Hello viewers, Namaste, welcome back to WinTrader. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader യൂസ് ചെയ്ത് ഓപ്ഷനിൽ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് പ്രീമിയം ചാർട്ട് ത്രൂ എങ്ങനെ ചെയ്യാമെന്നാണ്. റിസ്ക് കുറച്ച് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നിങ്ങൾ സ്റ്റോക്സ് ആണെങ്കിൽ സ്റ്റോക്ക് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ ഇതൊരു പ്രിഡിക്ഷൻ ഒന്നുമില്ല, ഇത് ടെക്നിക്കൽ അനലൈസ് ആണ്. ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ് സിഗ്നൽസ് കാണിച്ചു തരും, അത് ജസ്റ്റ് കൺഫേം ആണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ഈ കാണുന്നതാണ് മാർക്കറ്റ് റേറ്റ്, 40,123 മാർക്കറ്റ് റേറ്റ് ആണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ സെപ്പറേഷൻ ലൈൻ, അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു റെഡ് ഡൗൺ ആരോ കിട്ടിയിട്ടുണ്ട്, അത് സെൽ സിഗ്നലാണ്. ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. അപ്പോൾ ഇത് എങ്ങനെ ഫോളോ ചെയ്യുന്നത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ലൈവ് മാർക്കറ്റിലാണ്. ഇതിന് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് ഡെമോ കാണാൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓൺലൈൻ കാണാം, ഓൺലൈൻ തന്നെ നമ്മൾ സിസ്റ്റം ആക്സസ് ചെയ്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റായിട്ട് വരാം. നമ്മൾ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ് ഓഫീസ് വരുന്നത്. വരാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചാൽ നമുക്ക് ഓഫീസിലോട്ട് വരുന്ന ഡയറക്റ്റ് കാണാം. ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഓൺലൈനിൽ തന്നെ എല്ലാം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇന്ന് ഒരൊറ്റ സിഗ്നൽ ഇതുവരെ കിട്ടുള്ളത് സെൽ സിഗ്നലാണ്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരും, അലേർട്ട് മെസ്സേജ് നമുക്ക് ഇൻഡിക്കേഷൻ തരും. ആ അലേർട്ട് മെസ്സേജ് നമുക്കിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. ആ സെയിം ഡീറ്റെയിൽസ് മേഖലയിൽ കാണിക്കും. ഇപ്പം നമുക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെൽ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് 40,403 നമുക്ക് സെല്ല് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡ് ആരോ കിട്ടുമ്പോൾ നമ്മുടെ മെയിൻ ആസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി അല്ലേ. അപ്പോൾ അതിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കോൾ ആണെങ്കിൽ പുട്ടാണെങ്കിൽ കയറി പോകത്തുള്ളൂ. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെ സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സെല്ലിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നോക്കിയാൽ ഈ ആരുടെ താഴത്തൊരു ബാറില്ല, ആ ബാർ റെഡ് ആയിരിക്കണം. അത് ലൈവ് മാർക്കറ്റിൽ ഒരൊറ്റ ബാറേ കാണുള്ളൂ, ആ ബാർ റെഡ് ആയിരിക്കണം. പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. ഇതാണ് രണ്ട് കൺഫർമേഷൻ. ഇവിടെ ഇത് കൺഫേം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പുട്ട് കയറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൺഫേം അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഓപ്ഷൻ ബൈ ആണെങ്കിൽ നമ്മൾ നേരെ ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പുട്ടിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ കൺഫേം ആണെങ്കിൽ മാത്രമേ അവിടെയും കയറുള്ളൂ ഉള്ളൂ. നമുക്കിവിടെ സെൽ സിഗ്നൽ വന്ന എപ്പോഴാണ് 40,403 എന്ന റേറ്റിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെൽ കോൾ വന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ ഇൻ ദ മണിലോട്ട് പോകാം, അറ്റ് ദ മണി പോകാം, ഔട്ട് ഓഫ് ദ മണി പോകാം. അറ്റ് ദ മണി എന്ന് പറയുമ്പോഴത്തേക്ക് പുട്ട് ഓപ്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ 40,403 ആണല്ലോ. അപ്പം നിങ്ങൾക്ക് 40,400 തന്നെയാണ് അറ്റ് ദ മണി നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇൻ ദ മണി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരു 100-200 പോയിന്റ്, അതിപ്പോൾ 500 ആകാം, 40, 500, 600 ഒക്കെ ഇൻ ദ മണി നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ താഴത്ത് ഏതിലാണ് 300, 40, 300, 200, 100 ഇതെല്ലാം പുട്ട് ഓപ്ഷനിൽ എടുക്കാം. ഇപ്പം നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇന്ന മണി തന്നെ ഒരു ട്രേഡ് മതിയാവും നമുക്ക് പ്രോഫിറ്റിൽ വരാനായിട്ട്. അപ്പം ഞാനിപ്പോൾ 40,500 എടുത്താൽ അപ്പം നമുക്കിവിടെ 40,403 നമുക്ക് സെല്ല് വന്നു. ഉടനെ ഞാൻ എന്താ ചെയ്തത്, 40,500 പുട്ട് ഓപ്ഷനിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തു. 40,500 ഇന്ന മണിയുടെ പുട്ട് ഓപ്ഷൻ എടുത്തു. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ഉണ്ട്. അപ്പം നേരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് വേണ്ടത് 40,500 ആണല്ലോ. ഇപ്പോൾ ഇത് കണ്ട BNW, BN എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി, W ഫോർ വീക്ക്ലി, C ഫോർ കോൾ. C കഴിയുമ്പോൾ പുട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് വേണ്ടത് 40,500 ആണ്. അപ്പോൾ ഞാൻ നേരെ ചെന്ന് 40,500 എടുത്ത് നേരെ ഞാൻ എൻ്റെ ലിസ്റ്റിലോട്ടിട്ട് 40,500 ഇവിടെ വന്ന് ഇനി നേരെ നമ്മൾ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏത് സ്ട്രൈക്ക് ചാർട്ട് എടുത്താലും അതിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടാകണം. അതായത് ഇവിടെ നമുക്ക് മെയിൻ ചാർട്ടിൻ്റെ സെല്ല് വന്ന് നമ്മൾ എടുക്കുന്ന പുട്ടിനകത്ത് ഏത് സ്ട്രൈക്ക് എടുത്താലും അവിടെ ഒരു സിഗ്നലും കൺഫേം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ ഞാൻ നേരെ 40,500 ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, അവിടെ ഓൾറെഡി സിഗ്നൽ ഉണ്ട്. ബൈ സിഗ്നൽ നമുക്ക് ആരോ ഉൾപ്പെടെ ബൈ വന്നിട്ടുണ്ട്. ബൈ സിഗ്നൽ വന്ന ശേഷം അവിടെ ഒരു കൺഫർമേഷൻ ഉണ്ടാകുന്ന നോക്കുക. ബൈയുടെ കൺഫർമേഷൻ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ബൈ കിട്ടിയ 40,500 പുട്ട് ഓപ്ഷൻ ചാർട്ടാണിത്. 390 നമുക്ക് ഇതിൻ്റെ പ്രീമിയം ബൈ ഇത് ഈ 40,500 നമ്മൾ 390 ബൈ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ. അത് അതിൻ്റെ പ്രീമിയം ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അതിനകത്ത് തന്നെ കാണിച്ചിരുന്നു. നോക്കിയാൽ താഴത്ത് നമ്മുടെ എക്സിറ്റ് ലെവൽ പറഞ്ഞിട്ടുണ്ട് 330,
355 379 3 ടാർഗറ്റ് അടിച്ച ശേഷം ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു പ്രീമിയം നിൽക്കുന്നത് 450 300 നമ്മളത് സോഫ്റ്റ് നമുക്ക് ബൈ പറഞ്ഞു തന്നത്. ആ പ്രീമിയം ഇപ്പം നിൽക്കുന്നത് 446 ഒരിക്കലും ഇത്രയും ലെവൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. നമ്മളെപ്പോഴും സേഫ് സൈഡ് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നോർമലി ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയേക്കുക. ഒരൊറ്റ ട്രേഡ് മതി ഈ പ്രോഫിറ്റ് വരാം. ഇതുപോലെ ഒരൊറ്റ ട്രേഡ് നമ്മൾ ഓൾറെഡി രാവിലെ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് വന്ന് പിന്നെ ഒരിക്കലും മാർക്കറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല, പിന്നെ വരുന്ന നമുക്ക് ഓൾറെഡി ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും മതി, ഒരു 2 to 5 മതിയെങ്കിൽ അവിടെ നിന്ന് അതിനെ കട്ട് ചെയ്ത് മാറിയേക്കും. പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയായിരിക്കും. ഓവർ ട്രേഡിംഗ് ആണ് ഈ ഇതിനകത്ത് ലോസ് വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു പിന്നെ മാർക്കറ്റ് നോക്കാതിരിക്കുക. അതിൻ്റെ അടുത്ത സോഫ്റ്റ്വെയർ സിഗ്നൽ തരത്തില്ലെന്നല്ല, മാർക്കറ്റിനനുസരിച്ച് സോഫ്റ്റ്വെയർ സിഗ്നൽസ് തരും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സൈഡാണ് നോക്കേണ്ടത്. ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തത കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ നമ്മുടെ മെയിൻ ചാർട്ടായ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ബേസിൽ നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്തിട്ടല്ലോ ആ സ്ട്രൈക്കിനകത്ത് ഇതുപോലെ സിഗ്നൽ, ആ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ 40-403 നമുക്ക് സിഗ്നൽ കിട്ടി. അപ്പോൾ ഇന്തമണി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മളത് ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഫുൾ പറഞ്ഞു തരും, ഏറ്റവും റിസൾട്ട് നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ 400 നമ്മൾ കോൾ ഓപ്ഷനാണ്, പുട്ട് ഓപ്ഷനാണ്. അറ്റ് ദ മണി സെയിം തന്നെയാണ്. ഔട്ട് ഓഫ് ദ മണി നേരെ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടെ വരുന്ന ചില ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് പോലും അറിയത്തില്ല. അപ്പോൾ അത് പറഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ നോക്കി വെച്ചാൽ കോൾ ഓപ്ഷൻ നമ്മൾ പിന്നെ ഇൻ ദ മണി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റേറ്റിന് താഴെ ആയിരിക്കുമല്ലോ, ഔട്ട് ഓഫ് ദ മണി മേലായിരിക്കും. അപ്പോൾ നേരെ പുട്ട് ഓപ്ഷൻ വരുമ്പോൾ അതിൻ്റെ വൈസ് വേഴ്സ് നിങ്ങൾ നോക്കി വെച്ചാൽ അത് വളരെ ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നമ്മളിത് ഫുൾ പറഞ്ഞു തരും. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കോൾ ചെയ്താൽ ഓൺലൈൻ തന്നെ ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പം 9061973737 ഇതാണ് എൻ്റെ ഒഫീഷ്യൽ നമ്പർ. കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അവിടെ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.